ബഹുമാന്യരായ നാട്ടുകാരെ, അയ്യപ്പ വിശ്വാസികളെ, ഒരു വർഷം തികയാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് SIT ഹൈക്കോടതി നിയോഗിച്ച SIT റിപ്പോർട്ട് നാളിതുവരെ കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരാണ്? ഹൈക്കോടതി ഇടപെട്ട് ഈ SITയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം. ഇത് നിസ്സാര കാര്യമല്ല. ഇത് ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് വൻ സ്വർണ്ണവേട്ട നടത്തിയ ഒരു സംഭവമാണ്. ഇതിൻ്റെ പിന്നിൽ സ്വർണ്ണക്കൊള്ളയുണ്ട്, മറ്റ് വരുമാനത്തിൻ്റെ കൊള്ളയുണ്ട്. അപ്പോൾ ഇതെല്ലാം പുറത്തു കൊണ്ടുവരാൻ ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ നാളിതുവരെ കൊടുത്തിട്ടില്ല. 2025 ഏപ്രിൽ മാസം ദേവസ്വം ബോർഡ് ഓഫീസിനകത്ത് പുകഞ്ഞു തുടങ്ങിയത് ജൂൺ ജൂലൈ മാസങ്ങളിൽ പുറത്ത് നാട്ടുകാർ അറിഞ്ഞു തുടങ്ങി. പല ഹൈക്കോടതി ഉത്തരവുകളും ലംഘിച്ചുകൊണ്ട് ശബരിമലയിൽ പല വിഷയങ്ങളും നടത്തി, പല ആചാരങ്ങളും നടത്തി. എന്നാൽ അത് ശ്രീധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹത്താൽ പിടിക്കപ്പെട്ടു. SIT റിപ്പോർട്ട് കൊടുക്കാത്തതിൻ്റെ പേരിൽ എല്ലാ പേരും ജാമ്യത്തിലിറങ്ങി വിലസുകയാണ്. അപ്പോൾ ആരൊക്കെയാണ് ഇതിൽ കള്ളന്മാർ, കള്ളനല്ലാത്തവർ എന്നൊന്നും നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല. അത് കോടതിക്കും SITക്കുമാണ് അറിയാമെന്നുള്ളത്. അപ്പോൾ SITയെ നിയന്ത്രിക്കുന്നത് ആര്? അതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇനി ഭരണത്തിൽ വരുന്നത് ആരാണെന്നറിയില്ല. BJP ആണോ, കോൺഗ്രസ് ആണോ, ഇടതുപക്ഷമാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ എന്തായിരുന്നാലും ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് SIT റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. ഇതാരുടെ കളിയാണ്? അത് ഹൈക്കോടതി തന്നെ അന്വേഷിച്ച്, ഹൈക്കോടതിക്ക് ഈ കേസ് നടത്താൻ കഴിയില്ല. ഇത് CBI അന്വേഷണമാണ് ആവശ്യം. CBI തന്നെ അന്വേഷിക്കണം. അവസാനം CBIയെ വരത്തുള്ളൂ. ഇത് ശബരിമല സുപ്രീം കോടതി ഏറ്റെടുത്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഇത് നിസ്സാര കാര്യമല്ല. ഇത് മോഷ്ടിച്ച് അവസാനം ശബരിമല അയ്യപ്പൻ്റെ വിഗ്രഹം വരെ അടിച്ചു മാറ്റുന്ന ഒരു രീതിയാണ് എന്നും, ആ വിഗ്രഹം തന്നെ ഒറിജിനലാണോ എന്നുള്ളതിനെ പറ്റിയുള്ള കാര്യം വ്യക്തമല്ല. ഇനി ഇതുപോലെയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ B നിലവറ. അത് സുപ്രീം കോടതിയുടെ കയ്യിലാണ്. പക്ഷേ B നിലവറ തുറക്കുന്നില്ല. എന്തുകൊണ്ട്? പക്ഷേ ഇപ്പോൾ പറയുന്നത് പൂട്ടുകൾ തുരുമ്പിച്ചിരിക്കുകയാണ്, അത് തുറക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ ഏകദേശം ഒരു 50 കൊല്ലമോ അതിനിപ്പുറമോ ആയിട്ടുള്ളൂ ആ നിലവറ തുറക്കാതായിട്ട്. അത് പൂട്ട് തുറക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത് പൊളിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അവിടുത്തെ ആ നിർമ്മാണം. അപ്പോൾ അതിനകത്തുള്ള എന്തൊക്കെയാണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ കാണാനുള്ള ആകാംക്ഷയുണ്ട്. അത് ജനങ്ങളെ കാണിക്കണം. അത് മ്യൂസിയം തയ്യാറാക്കി സുപ്രീം കോടതിയുടെ നിയന്ത്രണത്തിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ മിലിറ്ററിയുടെ നിയന്ത്രണത്തിൽ ഒരു മ്യൂസിയം തയ്യാറാക്കി അത് ജനങ്ങളെ കാണിച്ച് ചെറിയ ഫീസ് ഈടാക്കിക്കൊണ്ട്, അപ്പോൾ കേരളത്തിനൊരു വരുമാനമാകും. അതല്ലാതെ വീണ്ടും ഇങ്ങനെ പൂഴ്ത്തി വെച്ച് അടച്ചുമൂടിയിരിക്കേണ്ട കാര്യമില്ല. സാക്ഷാൽ പത്മനാഭസ്വാമിയുടെ ക്ഷേത്രത്തിൽ നമ്മുടെ രാജാവ് ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കൂട്ടി വെച്ച സ്വത്താണ്. അപ്പോൾ ഇതെല്ലാം പുറത്തു വരണം. ഇതെല്ലാം ജനങ്ങൾ അറിയണം, ജനങ്ങൾ കണ്ടിരിക്കണം. അപ്പോൾ ഇതെല്ലാം ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു ബോർഡ്, അപ്പോൾ ഈ സത്യം പറഞ്ഞ ദേവസ്വം ബോർഡിൻ്റെ ആവശ്യമില്ല. അത് പിരിച്ചുവിടുകയാണ് വേണ്ടത്. ഇത് ഒരു എളിയ അയ്യപ്പ ഭക്തൻ്റെ വാക്കുകൾ മാത്രമാണ്. ഈ വാക്കുകൾ കേൾക്കാൻ താല്പര്യമുള്ള ഓരോരുത്തരെയും സസ്നേഹം ഈ വാർത്ത ഞാൻ സമർപ്പിക്കുന്നു. നന്ദി.